പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവവചന പഠനത്തിനായി വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ CB ആൻഡ്രൂസിനും പ്രത്യേക സ്നേഹവന്ദനം. ഇന്ന് ക്ലാസ് നമ്മൾ വെളിപ്പാട് പുസ്തകം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കർത്താവ് തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി തീരണം. കൂടാതെ ഇത് പിന്നീട് കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ക്രിസ്തേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗപിതാ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, 9 മണിയായ സമയത്ത് കർത്താവേ, ഹല്ലേലൂയ ബൈബിൾ സ്കൂൾ ഹല്ലേലൂയ സ്തോത്രം സ്കൂളുമായി കടന്നു വരുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ അടിയങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങള് പറഞ്ഞു തരുന്നതൊക്കെയും കർത്താവ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ കർത്താവ് തുറക്കുമാറാകണമേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ് കേൾക്കുന്നതൊക്കെയും ഹല്ലേലൂയ ഹൃദയത്തെ സംഗ്രഹിച്ച് അനേകർക്ക് കർത്താവ് പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കർത്താവ് വേഗത്തിൽ കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകണമേ. ഹല്ലേലൂയ ലീഡിയാൻ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം വചനം വായിക്കുന്നവരെ കർത്താവ് ഹല്ലേലൂയ ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ സ്തോത്രം പിന്നെയും കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ കൃപയില് ഹല്ലേലൂയ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ ഇന്നത്തെ ഹല്ലേലൂയ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പിന്നീട് കർത്താവ് യൂട്യൂബിൽ കൂടെയൊക്കെയും കേൾക്കുന്നവർക്ക് കർത്താവ് ഇത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ CB ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ ഈ ടൈമിലെ 10ാമത്തെ ലെസണിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ലാലു ജേക്കബ് സാറിനെ ഓർത്ത്, ഷാജി കെ ദാനിയൽ സാറിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവദിനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് ദൈവം തന്ന അവസരം ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മൾ സാത്താൻ ഏറ്റവും വെറുക്കുന്ന വെളിപ്പാട് പുസ്തകമാണ്. അത് നമ്മുടെ ചിന്താവിഷയം. ചില നാളുകളായി കഴിഞ്ഞ ടൈമിൽ 35 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ആ പഴയ ക്ലാസ്സുകൾ പുതുതായിട്ട് പഠിക്കുന്ന പ്രിയപ്പെട്ടവർ അത് പഴയ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തക്കവണ്ണിടയായി. ചില സംശയങ്ങളൊക്കെ അവർ ചോദിച്ചു, അതിൻ്റെ ഉത്തരമൊക്കെ കൊടുക്കാൻ തക്കവണ്ണിടയായി. ഇന്ന് രാത്രികാലം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ്. ആസിയിലെ 7 സഭകൾ, ദൂത് പറയുന്ന 7 സഭകൾ, എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ 7 സഭകളിൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ്. നമുക്ക് ഇന്നത്തെ അടുത്ത ചിന്താവിഷയമായിട്ട് വായിക്കാനുള്ളത് 3-ാം അധ്യായം വെളിപ്പാട് 3-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. യഹൂദരല്ലാതിരിക്കെ യഹൂദരെയും കളവായി പറയുന്ന ചിലരെ ഒരു സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവൻ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയിപ്പാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഇതിന്റെ കാലഘട്ടം AD 1750 മുതൽ 1906 വരെയുള്ള കാലഘട്ടമായിട്ടാണ് വേദപണ്ഡിതന്മാർ ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. AD 1750 മുതൽ 1906 വരെ. ഈ വേദഭാഗത്തിൽ 7-ാമത്തെ വാക്യമാണ് അതിൻ്റെ മുഖവിര. 8-ാമത്തെ വാക്യമാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രശംസ. ഈ 9-ഉം 10-ഉം വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ 9-ഉം 10-ഉം വാക്യങ്ങളിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം, അതാണ്
4 നിലയിലുള്ള വാഗ്ദാനമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സ്മുർണ, ഫിലദൽഫിയ, ഈ 2 സഭകളെ കർത്താവായ യേശു ക്രിസ്തു കുറ്റമൊന്നും അവരെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ഫിലദൽഫിയ സഭ ആ ആൾക്കൂട്ടത്തിൽ മറ്റു സഭകളെ അപേക്ഷിച്ച് വലിയ കൂട്ടമൊന്നുമില്ലെങ്കിലും അവരുള്ള പ്രിയപ്പെട്ടവര് വളരെ സ്നേഹത്തോടെ, ഐക്യതയോടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വിജയം നേടിക്കൊണ്ടിരുന്ന ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. അതുകൊണ്ടാണ് ആ സഭയ്ക്ക് സഹോദര സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ ആ പേര് തന്നെ ലഭിച്ചത്. വളരെ അനുഗ്രഹമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വായിച്ചത് യഹൂദരല്ലാതിരിക്കെ, ഈ യഹൂദന്മാരിൽ നിന്നാണ് അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും വലിയ എതിർപ്പുണ്ടായത്. ജാതികളിൽ നിന്ന് എതിർപ്പുണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ എതിർപ്പ് ഉണ്ടായത് ഈ യഹൂദന്മാരിൽ നിന്നാണ് ഫിലദൽഫിയ സഭയ്ക്ക് ഉണ്ടായത്. ആ എതിർപ്പുകളെല്ലാം ഉണ്ടായ സന്ദർഭത്തിൽ അവർ സഹിച്ചു നിൽക്കാൻ തക്കവണ്ണിയായി. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അവർക്ക് ലഭിച്ച ശക്തി, അവർ വചനം കാത്തു, അവർക്ക് സഹിഷ്ണുത ഉണ്ടായിരുന്നു. ഈ നിലയിൽ അവരെ പ്രശംസിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു തീർത്തു. ഇനി ഇവർ ഇത്രമാത്രം ഉപദ്രവം സഹിച്ചിട്ടും ഇവർ പതറിപ്പോകാതെ ഉള്ള പ്രിയപ്പെട്ടവര് ഒറ്റക്കെട്ടായി കൈയോട് കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രതികൂലത്തിൽ നിന്ന് മാറിപ്പോകാതെ അതിനെ തരണം ചെയ്ത് വിശ്വസ്തയോടെ ജീവിച്ച ഒരു കൂട്ടം വിശ്വാസികളാണ് ഫിലദൽഫിയ സഭയിലുള്ളത്. അവരെക്കുറിച്ച് പറയുകയാണ്, യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. 4 വാഗ്ദാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, ഞാൻ ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 2, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. 3, ഞാൻ സ്നേഹിച്ചു എന്ന് എല്ലാവരും അറിയുവാൻ ഇടവരുത്തും. 4, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അവിടെ അത് തന്നെ, ആ സ്ഥാനത്ത് തന്നെ അതെല്ലാം എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ മാർക്ക് ചെയ്താൽ നമുക്കത് ഓർമ്മയിൽ ഇരിക്കാൻ കഴിയും. കാരണം പരീക്ഷ വരാൻ പോകുന്നു, ടെസ്റ്റ് വരാൻ പോകുന്നു. 1, അതേ അവർക്ക് കൊടുത്ത വാഗ്ദാനം, 4 വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 2ാമത് പറഞ്ഞത്, അവർ നിന്റെ കാൽക്കൽ വന്ന് നിന്നെ നമസ്കരിക്കും. 3, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാൻ ഇടവരുത്തും. 4, ഭൂതലത്തിലെങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇവിടെ വായിക്കുന്ന ഒരു വാചകം സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തുമെന്നാണ്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. ഇവരെ ഉപദ്രവിച്ച യഹൂദന്മാർ, അതെ, അവര് ഇവിടെ പറയുന്നത് അവർക്ക് പേര് മാത്രമേ ഉള്ളൂ. അവർ യഹൂദരെ അല്ല, യഹൂദരായിട്ട് പരിശുദ്ധാത്മാവ് കണക്കാക്കുന്നില്ല. യഹൂദരാണെങ്കിൽ അതിൻ്റെതായ പ്രമാണമനുസരിച്ച് അവർ മുൻപോട്ട് പോകും. അവരെ യഹൂദരെന്ന് കളവായി പറയുകയാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഈ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജയിച്ച് മുന്നേറുന്ന ഒരു സഭയാണ് ഫിലദൽഫിയ. അവർക്ക് എങ്ങനെയെങ്കിലും ജയാളികളായി തീരണം, ഇതിനെല്ലാം ജയിക്കണമെന്ന് അവർക്ക് തന്നെ സ്വയമായിട്ട് ഒരു താല്പര്യമുണ്ടായിരുന്നു. പരാജയപ്പെട്ട് മുൻപോട്ട് പോകാൻ തക്കണമല്ല. ദൈവം ഒരിക്കലും പരാജിതരെയല്ല ആഗ്രഹിക്കുന്നത്, ജയിക്കുന്നവരായിട്ടാണ് കാണുവാൻ തക്കണം കഴിയുന്നത്. അതുകൊണ്ടല്ലേ കാലേബ് പറഞ്ഞത്, എൻ്റെ മകൾ അക്ഷയെ ഞാൻ ആർക്ക് വേണമെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാം, പക്ഷെങ്കിൽ എനിക്കൊരു ജയാളിയെ കിട്ടണം. അതേ, ആ ഹെബ്രോൻ മല പിടിച്ചെടുക്കുന്നവനെ ഞാൻ എൻ്റെ മകൾ അക്ഷയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, അക്ഷ എന്നുള്ള പേര് ഉള്ളവർ ഇതിൻ്റെ അകത്ത് കാണും. കാലേബ് ആഗ്രഹിച്ച ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ ഒരു ജയാളിയായിരിക്കണം. അല്ല തോറ്റ് തൊപ്പിയിട്ട് 7ാം ക്ലാസ്സിലൊക്കെ തോക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല, ഒരു ജയാളിയായിരിക്കണം. ആ മലകൾ പിടിച്ചടക്കാൻ തക്കൊണ്ണം അതേ അവിടുത്തെ ശത്രുക്കളെ ഓടിക്കാൻ കഴിവുള്ള ഒരു ജയാളി വേണം എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ. അദ്ദേഹം വേറൊന്നും നോക്കിയില്ല. ഒഗ്നിയേൽ എന്ന് പറയുന്ന വീരൻ, ഒഗ്നിയേൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെട്ട പേരാണ്. ആ ഒഗ്നിയേൽ പോയി ആ മല പിടിച്ചടക്കി അവൻ ജയാളിയായിട്ട് വന്നപ്പോൾ അതേ കാലേബ് നീ എവിടുത്തുകാരനാണെന്നൊന്നും ചോദിക്കാൻ പോയില്ല, ഒരു ജയാളി ആയിരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമായിരുന്നു
ആ ജയാളി വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ മകൾ അക്ഷയെ വിവാഹം കഴിച്ചു കൊടുത്തു. ഞാനിങ്ങനെ പറഞ്ഞു പോയാലേ നമ്മുടെ വെളിപ്പാട് പുസ്തകം മുൻപോട്ട് പോകത്തില്ല. ഇവിടെ വായിക്കുന്നു, ജയിച്ച് മുന്നേറുന്ന ഒരു സഭ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെല്ലാം ജയാളികളായിരിക്കണം. അതല്ലേ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ കിരീടം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ മന്ന ഇട്ട് വെച്ചിട്ട് മന്ന കൊടുക്കും, അതെ ഞാൻ ജയിക്കുന്നവന് ഞാൻ പുതിയ പേര് കൊടുക്കും. കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, നമ്മളെല്ലാവരും ജയാളികളായിരിക്കണം. 4 സഭകളോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് അത് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത് വെളിപ്പാട് 2:9 അവിടെ സ്മുർന്ന സഭയോട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകും താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം. അപ്പൊ അവിടെയും ദൂഷണം പറയുന്നവരുണ്ട്. സ്മുർന്ന സഭയിലും ഇവിടെ ഫിലദൽഫിയ സഭയിലും അത് സാത്താന്റെ ദൂഷണവും സാത്താന്റെ പോരാട്ടവും, അത് യഹൂദരെ കരങ്ങളിലെടുത്ത് യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച പോരാട്ടം ഇവിടെയും കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അവർ ദൂഷണം പറഞ്ഞുണ്ടാക്കുകയാണ്. കാരണം അവരെല്ലാവരും ചക്രവർത്തിക്കെതിരാണെന്നും റോമൻ ഗവൺമെന്റ് എതിരാണെന്നൊക്കെ പറഞ്ഞ് റോമൻ ഗവൺമെന്റിനെ കൊണ്ട് അതേ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിക്കുന്ന കള്ള യഹൂദന്മാരുണ്ടായിരുന്നു എന്ന് സ്വന്തം. അതുപോലെ തന്നെ 13-ാമത്തെ വാക്യത്തിലും അത് നമുക്ക് പെർഗമോസ് സഭയോടുള്ള ദൂതിലും നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അതെ, അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ സാത്താൻ തന്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന കാലത്ത്, സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്ന് ഞാൻ അറിയുന്നു നീ പാർക്കുന്നിടത്ത്. പെർഗമോസിന്റെ കാലമായപ്പോൾ സാത്താന്റെ സിംഹാസനം വരെ അവിടെ കൊണ്ടുപോയിട്ട് നോക്കണമേ, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ക്രിസ്ത്യാനികൾ അതേ അനുഭവിച്ചെന്നറിയണം. 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതേ തുയത്തേരാ സഭയോട് പറയുന്നു, ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും. അപ്പൊ സാത്താന്റെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ശരിയായ അർത്ഥം മർമ്മമെന്നാണ്, ആ രഹസ്യമെന്നാണ്. ആ നിലയിൽ സാത്താൻ ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, സാത്താന്റെ ഒരു തന്ത്രമാണ് മർമ്മം. അത് ഇവരുടെ മധ്യത്തിൽ ഓരോ മർമ്മങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് പല നിലയിലുള്ള മർമ്മങ്ങൾ നമ്മൾ റോമൻ കത്തോലിക്ക സഭയെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്ന മിസ്റ്ററി ഈ നിലയിൽ കൊണ്ടുവന്നപ്പോൾ അതും വകവയ്ക്കാതെ ജയിച്ച 3 ഭാഗങ്ങൾ സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അത് സ്മുർന്ന സഭയെ കുറിച്ചാണ് ഇവർ ഒരുപാട് ദൂഷണം പറഞ്ഞുണ്ടാക്കി. അതുപോലെ തന്നെ ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് സാത്താൻ യഹൂദന്മാരെ ഇളക്കി ഒരുപാട് പീഡ, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കി അറിയാം. അവരെവിടെല്ലാം ചെന്നാലും, ജാതികളുടെ ഇടയിൽ ചെന്നാലും അവിടെ യഹൂദന്മാരെ വിളിച്ചു വരുത്തി, അത് യഹൂദന്മാർ വന്ന് ജാതികളെ ഇളക്കി സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കാമെങ്കിൽ വായിക്കാല്ലേ, ഞാൻ പറഞ്ഞവിടെ. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നോക്കണമേ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ പരിച്ഛേദന ഏറ്റാണ് അവര് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ അനുവദിച്ചാണ് യഹൂദന്മാരെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഹിറ്റ്ലറിന്റെ കാലത്ത് വലിയ യഹൂദന്മാർക്കെതിരെ വലിയ പീഡ അഴിച്ചുവിട്ട സന്ദർഭത്തിൽ ഇവർ അനേകരെ ഓടി രക്ഷപ്പെടാൻ തക്കണം ആഗ്രഹിക്കുമ്പോൾ ഇവനെ യഹൂദനാണെന്ന് അറിയാൻ തക്കണം അവർ ഈ നിലയിൽ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അവരൊക്കെ എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവിടെ നിന്ന് ഓടിപ്പോക്കൊണ്ടെന്ന് അറിയാമോ? പരിച്ഛേദന ഏറ്റവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് കണ്ടുപിടിക്കാൻ തക്കണം അവരുടെ ഉടുപ്പൊക്കെ ഊരി ആ കാര്യങ്ങൾ ചെയ്യുന്ന ഹിറ്റ്ലറിന്റെ സൈനികരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ യഹൂദനെന്ന് മനസ്സിലാക്കി അവരെ പീഡന സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം അതേ അങ്ങനെ ഒരു വലിയ പാട്ടുകാരൻ, അതേ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരൻ, അവനെ എല്ലാവർക്കും ജർമ്മൻകാർക്കും ഇഷ്ടമായതുകൊണ്ട് അവനെ പിടികൊടുക്കാതെ ജർമ്മൻകാർ വരെ സൂക്ഷിച്ചു. അവനെ ഓടിപ്പോകുമ്പോൾ തൻ്റെ മുമ്പിലുള്ള ആൾക്കാരെയൊക്കെ ഈ നിലയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവകൃപയാൽ അവനെ മാത്രം ആ നിലയിൽ ടെസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെട്ട ഒരു വലിയ പാട്ടുകാരനെ കുറിച്ച് നമുക്ക് ഹിറ്റ്ലറിന്റെ കാലത്തെ ചരിത്രം പഠിക്കുമ്പോൾ
നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അവൻ ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു. അവനൊരു കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കോണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. ദൈവം അവിടുന്ന് അവനെ രക്ഷപ്പെടുത്തിയ കാര്യം പറയുന്നുണ്ട്. ഇവിടെ പുറമെ യഹൂദനായവൻ യഹൂദനല്ല, അകത്താണ് യഹൂദൻ എന്ന് തെളിയിക്കപ്പെടുന്ന മാനസാന്തരം ഉണ്ടാകേണ്ടത്. പുറമേ ഉള്ള പരിച്ഛേദനയല്ല, അകത്താണ് പരിച്ഛേദനയേക്കേണ്ടത്. അകത്തെ പരിച്ഛേദനയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 51-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എഴുതിയെടുത്താൽ മതി. 7-ാം അധ്യായം 51-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. സ്തേഫാനോസിന്റെ ഒരു പ്രസംഗമാണ് നമുക്ക് കാണാൻ തക്കൊണ്ട് കഴിയുന്നത്. അബ്രഹാം മുതൽ ഒരു നീണ്ട പ്രസംഗം താൻ ചെയ്തു. നീണ്ട പ്രസംഗം ചെയ്തിട്ട് താൻ വിളിച്ചു പറയാണ് 7-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരായുള്ളവരെ. എന്താണ് ആ പരിച്ഛേദന? മാനസാന്തരത്തെ കുറിച്ചാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ മാനസാന്തര അനുഭവം. അകത്താണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. നമ്മുടെ പെന്തക്കോസ് കോളത്തിലും പുറമേ പെന്തക്കോസ് എന്ന് പറഞ്ഞ് നടക്കും, പക്ഷെ അകത്ത് ഒരു ഹൃദയ പരിച്ഛേദന ഉണ്ടായിട്ടില്ല. വായെടുത്താൽ അതേ പൊട്ടച്ചൊല്ലും കളിവാക്കും പറഞ്ഞ്, അതാണ് ഡബിൾ മീനിങ് ഉള്ള വാക്കുകളും പറഞ്ഞ് പോകുന്ന പ്രിയപ്പെട്ടവരില്ലേ, പരിഹാസികളില്ലേ. അകത്തെന്ത് വന്നിട്ടില്ല? ഹൃദയ പരിച്ഛേദന വന്നിട്ടില്ല. പുറമേ ഉള്ള പരിച്ഛേദന, പുറമേ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അകത്താണ് നമുക്ക് വ്യത്യാസം ഉണ്ടാകേണ്ടത്. യേശുവിനെ എതിർത്തതും മതഭക്തരായ യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരാണല്ലോ, റോമൻ ഗവൺമെന്റ് ആണ് യേശുവിനെ ക്രൂശിച്ചത്. റോമൻ പടയാളികളാണ് യേശുവിനെ ആണികൾ അടിച്ചത്, യഹൂദനല്ല. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിച്ചത് മൊത്തം യഹൂദന്മാരായിരുന്നു. റോമൻ പടയാളികളുടെ അവരെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുവന്നത് യഹൂദന്മാരുടെ നിർബന്ധം കൊണ്ടായിരുന്നു. പീലാത്തോസിന് യേശു ക്രിസ്തുവിനെ വിടുവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും യഹൂദന്മാരെല്ലാം അവിടെ അന്യജാതിക്കാരനായിരിക്കുന്ന പീലാത്തോസ് ഗവർണറായിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരിക്കൽ ഫൈനൽ വിധി പറയാൻ തക്കോണം വെളുപ്പാൻ കാലത്ത് യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോൾ യഹൂദന്മാരുടെ വലിയൊരു കൂട്ടമാണ് അവിടെ വന്നത്. അതേ പീലാത്തോസിന് അവനെ വിടുവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മനുഷ്യന് യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേറൊന്നും പറയാനില്ലായിരുന്നു, അവനെ ക്രൂശിക്കാം. യഹൂദന്മാരാണ്. അതേ യേശു ക്രിസ്തു ക്രൂശും എടുത്തുകൊണ്ട് ഗോൽഗോഥ കുന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൂട്ടം യെരൂശലേം പുത്രിമാര് കരഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ യേശു പറഞ്ഞത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതും യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചതും വാസ്തവത്തിൽ യഹൂദന്മാരാണ്. റോമൻ ഗവൺമെന്റിനെ അതിന് പ്രേരിപ്പിച്ചത് യഹൂദന്മാരാണ്. അതുപോലെയാണ് ഫിലദൽഫിയയിലെ വിശ്വാസികളെ അവരെ ഒറ്റിക്കൊടുക്കുന്നതും യഹൂദന്മാരാണ്. അവരെ പീഡിപ്പിച്ചതും യഹൂദന്മാരാണ്. കർത്താവ് പറയാണ്, അങ്ങനെയുള്ളവരുടെ അവർ പള്ളി കൂടുന്നെങ്കിലും അത് സാത്താന്റെ പള്ളിയാണ്. ആ സാത്താന്റെ പള്ളിയിൽ നിന്ന് ഞാൻ അവരെ വരുത്തും. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-16 വാക്യം വായിക്കുമ്പോൾ വാക്യം എഴുതിയെടുക്കുക. ഞാൻ ഈ വാക്യങ്ങളെല്ലാം അതേ അഗാപ്പാടെ സൈറ്റിൽ എഴുതി അയച്ചിട്ടുണ്ട്. അവിടെ 1 തെസ്സലോനിക്കർ 2-ന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾക്ക് രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. നോക്കണമേ, പൗലോസ് വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊന്നവളെ, നിന്റെ അരിക്കൽ വന്നവരെ കല്ലെറിഞ്ഞവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയും കീഴി ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിനക്കോ മനസ്സായില്ല. പൗലോസ് വ്യക്തമായി പറയാണ്, യഹൂദന്മാർ കർത്താവായ യേശുവിനെ സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരെയും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. ആ സംഭവങ്ങളൊക്കെ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം മുതൽ വായിച്ചു നോക്കുമ്പോൾ അറിയാം. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പൗലോസ് കപടഭക്തിക്കാരായ യഹൂദന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കപടഭക്തിക്കാരായ
ഹൃദയ പരിച്ഛേദന അവർക്ക് ലഭിച്ചിട്ടില്ല. പുറമേ ഉള്ള ഒരു പരിച്ഛേദനയേറ്റ് യഹൂദനെന്ന് തെളിയിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. അവർക്ക് വന്ന ശിക്ഷാവിധിയൊക്കെ എത്ര വലുതാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ആ രക്തം അവർ വാങ്ങി പരുത്തിയവരാണ്. അതവർ അനുഭവിപ്പാൻ തക്കവണ്ണമിടയായിത്തീർന്നു. ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നത്. ഇവിടെ വായിക്കുന്നു, ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് അവരെ പിടിച്ചു വെളിയിലിറക്കും. ദൈവത്തിന് സാത്താന്റെ പള്ളിക്കാരായ ഈ ദൂഷകന്മാരെ നിങ്ങൾ വിശ്വസ്തയോടെ നിന്നതിനാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവരെ വെളിയെ കൊണ്ടുവരും എന്നാണ് നമ്മൾ വായിച്ചത്. ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. രണ്ടാമത് വായിക്കുന്നത്, അവർക്ക് കൊടുത്ത ഫിലദെൽഫ്യ സഭയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. കേട്ടോ, നിനക്ക് വിരോധമായി ഉപയോഗിക്കുന്ന ഒരായുധവും വലിക്കുകയില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കർത്താവ് ഉയരത്തിലുണ്ട്. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. സാത്താന്റെ പ്രേരണയാലാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 16-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ക്രിസ്തുവിൽ സമ്മതനായ അപ്പൊല്ലോസിന് വന്ദനം ചെയ്യുവീൻ. 16-20 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നോക്കണമേ, സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴിട്ട് ചതച്ച് കളയുമെന്ന്. ഇതിനെല്ലാം ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സാത്താൻ പറയുന്നത്, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. പൗലോസ് പറയാണ്, അവിടെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴിട്ട് ചവിട്ടി മെതിച്ച്, കാൽവറിയിൽ ചവിട്ടി മെതിച്ച കർത്താവ്, സർപ്പത്തിന്റെ തലയെ തകർത്ത കർത്താവ്, നമ്മളും ജയാളികളായി നിൽക്കത്തക്ക നിലയിൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ ഭൂതങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യം വരും. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. ഉപദ്രവിച്ചവരെ കുറിച്ച് പറയുകയാണ്. ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. ദൈവത്തിന്റെ പൈതലെ, പഴയ നിയമത്തിലെ ദൈവജനത്തെ കുറിച്ചാണ് പറയുന്നെങ്കിലും പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമുക്കുള്ള വാഗ്ദത്തമാണിത്. പഴയ നിയമ യഹൂദനെ കുറിച്ചാണ്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും പുതിയ നിയമ ഇസ്രായേലാണ്. നമ്മൾ എഫെസ്യർ 2-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ, അക്കാലത്ത് നിങ്ങൾ ഇസ്രായേൽ പകുതിയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്ത നിയമം അന്യരും ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്നാൽ മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇവിടെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തം ഇവിടെ വായിക്കുന്നു, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. യെശയ്യാ 60-14 നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. 45-ാം അധ്യായം യെശയ്യാ 45-14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ നിന്റെ പിന്നാലെ നടക്കും, അവർ നിന്നെ വണങ്ങും. നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി ശത്രുക്കൾ പോരാടുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇതൊരു വാഗ്ദത്തമാണ്, ദൈവജനത്തോടുള്ള വാഗ്ദത്തമാണ്. ഫിലദെൽഫ്യ സഭയെ, നിങ്ങൾ പീഡനം സഹിച്ച് വളരെയധികം ഭാരപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിനക്കെതിരായി പോരാടിയവരൊക്കെയും നിന്റെ അടുക്കൽ വന്ന് നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇനിയും യെശയ്യാ 49-21 വായിക്കുമ്പോൾ, അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും അറിയുന്നു. അതെ, അറിയും. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിലുള്ള വാഗ്ദത്തമാണ്. അതേ, മൊർദെഖായിക്ക് എതിരായി ഹാമാൻ പോരാടി ഒരു കഴുമരം ഉണ്ടാക്കിയില്ലേ? കഴുമരം ഉണ്ടാക്കി അവനെ കൊന്നുകളവാൻ തക്കോണം ഹാമാൻ ആഗ്രഹിച്ച് രാജാവിനോട് അനുവാദം ചോദിക്കാൻ ചെന്ന സന്ദർഭം, ഒരൊറ്റ വ്യക്തിയെ, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ദൈവത്തെ അല്ലാതെ ഞാൻ ആരുടെ മുമ്പിലും നമസ്കരിക്കത്തില്ലെന്ന് മൊർദെഖായിയുടെ തീരുമാനമാണ്. എല്ലാവരും വണങ്ങുമ്പോൾ ആ ദൈവമാക്കി വെച്ചിരിക്കുന്നവനെ ഞാൻ വണങ്ങത്തില്ല,
ആ തീരുമാനത്തെ അവൻ ഉറച്ചു നിന്നു. അവന്റെ പ്രമാണമുള്ളവനായിരുന്നു. ഫിലദൽഫ്യ സഭയ്ക്കും ആ സഭയിലുള്ള പ്രമാണമുണ്ടായിരുന്നു. ഹാമാൻ വലിയ കഴുമരം ഉണ്ടാക്കിയിട്ട് അവനെ തൂക്കിക്കളവാൻ തക്കൊണ്ട് രാജാവിനോട് അനുവാദം ചോദിക്കാൻ കൊണ്ട് ചെന്ന ആ സന്ദർഭം നിങ്ങൾ അറിയാമല്ലേ? അവൻ അതേ രാജാവിന്റെ വാതിക്കൽ ചെന്ന് നിന്നപ്പോൾ, ആരാണ് വാതിക്കൽ നിൽക്കുന്നത്, കയറി വരാൻ പറഞ്ഞപ്പോൾ അവൻ കയറി ചെന്നു. രാജാവ് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയായിരുന്നു? രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന പുരുഷനെ എന്താണ് ചെയ്യേണ്ടത്? അവൻ ചിന്തിച്ചു, രാജാവ് എന്നെ അല്ലാതെ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? അതിന്റെ തലേ രാത്രിയിൽ ഈ ഇവനെ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാനുള്ള വിധി വാങ്ങിക്കാൻ ചെന്നതിന്റെ തലേ രാത്രി അഹശ്വേരോശ് രാജാവിന് ഉറക്കം വന്നില്ല. ദൈവമക്കളെ നോക്കണമേ. കാരണം അവൻ ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വായിച്ചു. രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ തക്കണം 2 ഷണ്ഡന്മാർ തീരുമാനിച്ച് അതിനെല്ലാം പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിവരം മൊർദെഖായി അറിഞ്ഞു. മൊർദെഖായി ആ രഹസ്യം രാജാവിനെ അറിവ് കൊടുത്തു. അന്വേഷിച്ചപ്പോൾ ശരിയാണ്. അങ്ങനെ രാജാവ് ആ മരണത്തിന് രക്ഷപ്പെട്ടു. ആ 2 ഷണ്ഡന്മാരെയും തൂക്കി കൊന്നുകളഞ്ഞു. അന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. ഒരു ബിസ്ക്കറ്റ് പോലും മൊർദെഖായിക്ക് സമ്മാനം കൊടുത്തില്ല. എന്നാൽ വീണ്ടും ഹാമാന്റെ കോപം വർദ്ധിച്ചു വരികയാണ്. അവനെ തൂക്കിക്കൊല്ലാൻ തക്കണം കഴിവരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആശാരിമാരെല്ലാം വന്ന് ഭയങ്കര തടി കൊണ്ടുവന്നിട്ട് 50 മുഴം നീളമുള്ള ഒരു കഴിമരം കൊട്ടും ബഹളവും കേൾക്കുകയാണ്. അത് ദൂരത്തൊക്കെ കേൾക്കാം. അവനെ അതിൽ തൂക്കിക്കളവാൻ കഴിമരം തീർത്തു കഴിഞ്ഞു. തൂക്കിക്കളവാൻ തക്കണം രാജാവിനോട് അനുവാദം ചോദിക്കാൻ വന്നപ്പോൾ രാജാവ് മൊർദെഖായി ചെയ്ത നന്മ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാമാൻ അങ്ങോട്ട് ഇരുന്നത്. ഒരു ചോദ്യം, രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷൻ എന്ത് ചെയ്യും? ഹാമാൻ ഓർത്ത് എന്നെ അല്ലാതെ ആരെയാ ബഹുമാനിക്കാൻ പോകുന്നത്? അവൻ വലിയൊരു പട്ടിക പറഞ്ഞു. രാജാവിന്റെ ദേഹത്തിൽ അവനെ കയറ്റണം, രാജാവിന്റെ മോതിരം അവനെ ഇടിയിക്കണം കേട്ടോ, രാജാവിന്റെ പൊന്മാല അവനെ അണിയിക്കണം. എന്നിട്ട് രാജ്യത്തെ ഏറ്റവും മാന്യനായ ഒരു വ്യക്തി അവന്റെ രഥത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ട് എല്ലാവരും നമസ്കരിക്കാൻ പറയുമ്പോൾ അവൻ വേണം വിളിച്ചു പറയാൻ കുമ്പിടി എന്ന് പറയുമ്പോൾ അതേ കുമ്പിടണം. അത് ഏറ്റവും മാന്യനായ ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോ പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാം നീ ആ മൊർദെഖായി കൊടുത്തേരെ. എന്താണെന്ന് അറിയാം അടുത്തത്, നീ തന്നെ മുന്നേ നടന്ന് വിളിച്ചു പറയണം. ദൈവത്തിന്റെ പൈതലെ, എനിക്കതാണ് ഹാമാന് അതേ അന്ന് പോയത് തല മൂടിയിട്ടാണ് വീട്ടോട് ചെന്നത്. അപ്പൊ സേരസ് പറഞ്ഞ വാചകം, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ മുമ്പിൽ നീ ആടാൻ തുടങ്ങി. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർക്ക് അതിന്റെ വെളിപ്പാട് കിട്ടി. അവൻ യഹൂദനാണെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ, നിന്നെ ഉപദ്രവിച്ചവര്, നിന്നെ ഞെരുക്കിയവര്, നിന്നെ ഭാരപ്പെടുത്തിയവര്, നിന്നെ പീഡിപ്പിച്ചവര്, അവരെയെല്ലാം നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സന്ദർഭം വരുന്നു. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവർ നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ നമസ്കരിക്കുന്ന കാലഘട്ടം വരുന്നു. നമ്മൾ യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു സംശയം അവസാനം ചോദിച്ചാൽ മതി. ഞാൻ ക്ലാസ് എടുക്കുന്ന ഇടയ്ക്ക് പറയരുത്, അവസാന സമയം തരാം. യെരമ്യാ പ്രവചനം 1:19, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിന്നെ ജയിക്കയില്ലതാനും. യെരമ്യാ പ്രവചനം 1:19 വാക്യ നിങ്ങൾ എഴുതിയെടുക്കണം. മത്തായി സുവിശേഷം 16:18, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഏതെങ്കിലും റെഫറൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഗാപ്പയുടെ സൈറ്റിൽ ഇത് മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ പരാജയപ്പെടരുത്, എല്ലാവരും ജയിക്കണം. ഒരു വലിയ പരീക്ഷ വരാൻ പോകുന്നു, ടെസ്റ്റ് വരാൻ പോകുന്നു. അതിന് കാഷ് അവാർഡുണ്ട്. അതാണ് ഞാൻ എടുക്കുന്ന ബൈബിൾ ക്ലാസിന്റെ പ്രത്യേകത. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നിന്നോട് അവർ യുദ്ധം ചെയ്യും. ഇനിയും അടുത്തായിട്ട് പറയാണ്, 3-ാമത്തെ വിഷയം അവർ കൊടുത്ത വാഗ്ദാനമാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാൻ സംഗതി വരുത്തും. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാൻ തക്കൊണ്ണം സംഗതി വരുത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാൻ സംഗതി വരുത്തും. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും. വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവേൻ. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ
അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ യേശു ക്രിസ്തു മർക്കോസിന്റെ മാളികയിൽ തന്റെ ശിഷ്യന്മാരോട് പ്രബോധിപ്പിച്ച പ്രബോധനമാണത്. പാദം കഴുകി ശുശ്രൂഷ അവിടെ വെച്ചാണ് നടത്തിയത്. തിരുവത്താഴ് ശുശ്രൂഷ നടത്തിയതായിട്ട് നമ്മൾ കാണുന്നു 13-ാം അധ്യായം. അത് മത്തായി, മർക്കോസ്, ലൂക്കോസിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആ 13-ാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൽ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന 7 വിഷയങ്ങളാണ് യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിച്ച വിഷയം. അതിലൊരു വിഷയമാണ് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയണം. പിതാവായ ദൈവം പുത്രനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ നമ്മയും സ്നേഹിച്ചുവെന്ന് ലോകം അറിയണം. ഫിലദൽഫിയ സഭയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാൻ ഇടവരുത്തും എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയുവാൻ തക്കണം ഇടവരുത്തും. ദൈവത്തിന്റെ തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. 4-ാമത്തെ വിഷയം, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. എന്താണ് ഭൂതലത്തിൽ വരുവാൻ പോകുന്ന പരീക്ഷാകാലം? അന്ന് ഞാനും നിന്നെ കാക്കും. ആ പരീക്ഷാകാലം വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നത് ഒന്നിനും കുറവില്ലാത്തവരായി ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കണമെന്നാണ്. എനിക്ക് യാക്കോബിന്റെ ആ വാക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ വായിക്കുന്നത് സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, സഭയ്ക്ക് കൊടുക്കുന്ന ഗുണമാണ് സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. സഹിഷ്ണുത, കഷ്ടത, സഹിഷ്ണുതയെ നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, റോമർ 5:3 വായിച്ചേ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. ദൈവത്തിന് സ്തോത്രം. അതേ, കഷ്ടത സഹിഷ്ണുത ഉളവാക്കുക കേട്ടോ. സിദ്ധത എന്ന് പറഞ്ഞാൽ പരിശോധനയെ അതിജീവിച്ച് മുന്നോട്ട് വന്ന് പക്വത എന്നുള്ള അർത്ഥത്തിലാണ് പക്വത. സിദ്ധത എന്ന് പറഞ്ഞാൽ നാളെ അമ്മാമയോ എന്നോട് ചോദിച്ചത് സിദ്ധത എന്തുവാണ്, അത് ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുമ്പോൾ സിദ്ധത എന്ന് പറഞ്ഞാൽ പക്വത എന്നാണ് ഇവിടെ. അല്ലെങ്കിൽ പരിശോധനയിൽ അതിജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത പക്വതയും, മറ്റുവരിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന അനുഭവമാണ്. അത് ഈ നിലയിൽ ജീവിച്ച അതേ സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, അതാണ് ദൈവം ഒരു കണ്ടീഷൻ വെച്ചാണ്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ എങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാത്തുകൊള്ളും. ഭൂമിയിലെങ്ങും ഭൂതലത്തിലെങ്ങും വരാൻ പോകുന്ന പരീക്ഷാകാലം, ഈ പരീക്ഷാകാലം വിജയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹിഷ്ണുത ഉണ്ടായിരിക്കണം, പക്വത ഉണ്ടായിരിക്കണം. എബ്രായലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവ് ക്രൂശിനെ സഹിച്ചെന്ന് പലപ്പോഴും പറയാറില്ലേ? എനിക്ക് ക്രൂശ് എടുക്കാൻ വയ്യാന്ന് പറയാറില്ലേ? ഒരു ഭക്തനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ കഷ്ടത മാറാതെ വന്നപ്പോൾ താൻ്റെ ആത്തിന്റെ ഒരു ദർശനം കണ്ടു. ആ ദർശനം ഇതായിരുന്നു. ഒരു വെളിമ്പ്രദേശത്തേക്ക് താൻ പോവുകയാണ്, ധാരാളം ക്രൂശ് എടുക്കുന്നു. കർത്താവിന്റെ ദൂതൻ കർത്താവ് തന്നോട് കൂടെ ഉണ്ട്. നീ ഈ ക്രൂശ് എടുക്കാൻ പറഞ്ഞു. പല ഭാരമേറിയ ക്രൂശുകൾ തന്നെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. അവനെടുക്കാൻ, കർത്താവ് എനിക്കിത് എടുക്കാൻ കഴിവില്ല. അവസാനം ഒരു ക്രൂശ് എടുക്കാൻ പറഞ്ഞു. അതെടുത്തപ്പോൾ നീ പൊങ്ങിപ്പോന്നു. മകനെ, ഈ ക്രൂശാണ് നീ എടുത്തിരിക്കുന്നത്. സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അവൻ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. അഥവാ പരീക്ഷ തന്നാൽ പരീക്ഷയോടുകൂടെ നീക്കിവെക്കും തരുന്ന ദൈവമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് സഹിഷ്ണുണ്ടായിരിക്കണം. ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നല്ലോ. എല്ലാം സഹിച്ചുകൊണ്ടാണ് അവസാനം അവന്റെ അന്ത്യം അനുഗ്രഹമായി തീർന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശ് മാറിക്കിട്ടാൻ തക്കൊണ്ട് ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല.
ഗെത്സമനാ തോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് പറഞ്ഞത് താൻ അനുഭവിക്കാൻ വന്ന ക്രൂശ് മാറ്റാനല്ല പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രസംഗിക്കുന്ന ദൈവമക്കളും പാസ്റ്റർമാരും ഉണ്ട്. താൻ പ്രാർത്ഥിച്ചത് ഗെത്സമനാ തോട്ടത്തിൽ 3 പ്രാവശ്യം താൻ പ്രാർത്ഥിച്ചു. സാത്താനും കൂട്ടരും തന്നെ കൊന്നുകളവാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു ശ്രമമാണ്. തന്റെ ശരീരത്തോട് രക്തം ധാരധാരിയായി ഒഴുകി പൊക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് മരണം, അവിടെ വെച്ച് തന്നെ തകർക്കാൻ സാത്താനും കൂട്ടരും ശ്രമിച്ചെങ്കിലും ദൈവം തന്റെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ആ സന്ദർഭം ദൈവം തന്റെ ദൂതനെ അയച്ചു. അവൻ ഉറക്കെ നിലവിളിച്ച സന്ദർഭമായിരുന്നു. കർത്താവായ യേശു ദൈവം തന്റെ ദൂതനെ അയച്ച് യേശു ക്രിസ്തുവിനെ വിടുവിച്ചു എന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇവിടെ വായിക്കുന്നു, ഭൂതലത്തിലെങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലം അതെന്താണെന്നുള്ളത് മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ, ഞാനത് പറഞ്ഞു വിടാം, എനിക്ക് അപ്പം കൂടെ സമയം വേണം, അതുകൊണ്ടാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും. അതാണ് ലോകാരംഭം മുതൽ ഇന്ന് വരെ. ആ മഹോത്തര കാലത്ത് നിങ്ങൾ കടന്നു പോകത്തില്ലെന്ന. ആ മഹോത്തര കാലം സഭയെ ബാധിക്കത്തില്ല. പരീക്ഷാ കാലത്ത് നിന്നും, ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാ കാലത്തിൽ നിന്ന് ഞാൻ നിന്നെ കാക്കുന്ന, അല്ല പരീക്ഷാ കാലത്തിൽ കൂടെ കടത്തി നിന്നെ സൂക്ഷിക്കുന്നല്ല, അവിടെ നിന്ന് നിന്നെ കാത്ത് എന്റെ ജനമായുള്ളവരെ ക്രോധം കഴിഞ്ഞു പോകുള്ളൂ അല്പസമയത്ത് അറയിൽ പ്രവേശിച്ച് വാതിലടച്ച് ഒളിച്ചിരിക്കുക. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടല്ല അത്. ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കേട്ടോ, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് സർവഭൂതലത്തെയും ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹോദരകാലം. അത് ആരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതലാണ്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്തിനാണ് മഹോദരകാലം, മഹാപീഡനകാലം, യഹോവയുടെ ക്രോധമെന്ന് ആ വർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ തൂലിക TV-യിൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാം ക്രോധകലശത്തെക്കുറിച്ച് ക്ലാസ് തുടങ്ങി. ആ 7-ാം ക്രോധകലശം ഒഴിക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ വരെ തൂലിക TV-യിൽ എടുക്കാതെയായി. നമ്മളത് പഠിക്കാൻ പോകുന്നുള്ളൂ. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന പീഡനകാലം, അതിന് യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നു. അത് ഭൂതലത്തെ, സർവ്വഭൂതലത്തെയും ബാധിക്കുന്നതാണ്. അതിൽ നമ്മളെ കാക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമിയിൽ വസിക്കുന്നവർ എന്ന ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു. ഭൂമിയിൽ, ഭൂതലത്തിലെങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലം എന്നാണ് വായിക്കുന്നത്. ഭൂതലത്തിലെങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലം. അപ്പോൾ ഭൂതലത്തിൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്. ഭൂതലത്തിൽ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലം. അപ്പൊ നമ്മളെവിടാ? നമ്മൾ സ്വർഗത്തിലാണ്. വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അനന്തരം സ്വർഗത്തിനൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യ ശബ്ദം, ഇവിടേക്ക് കയറി വരിക, മേലാ സംഭവിപ്പാൽ ഞാൻ കാണിച്ചു തരാം. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ്. ഒരു 3-4 ആഴ്ചക്കകം നമ്മൾ 4-5 അധ്യായങ്ങൾ കയറി ഈ ടൈം പഠിച്ചു തീർക്കാൻ തക്കൊണ്ട് പോവുകയാണ്. സഭ മഹോദരകാലത്തിൽ കൂടി കടന്നു പോകും എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അത് ദുരുപദേശമാണ്. അവർ പറയുന്നതിന്റെ തെളിവ് പറയുന്നൊരു കാര്യം, ഇസ്രായേൽ ദേശത്ത്, ഗോശൻ ദേശത്ത് അവരവിടെ കാത്തു സൂക്ഷിച്ച ഇസ്രായേൽ എന്നാണ്. അത് വേറൊരു ദേശത്ത്, ഇതിൽ ഉൾപ്പെടാതെ പ്രത്യേകിച്ച് ഇസ്രായേലിന് കരുതി വെച്ച ആ ദേശത്ത് സൂക്ഷിച്ചു. അത് ഇത് വേറൊരു നിലയിൽ ദൈവത്തിന്റെ കാത്തു സൂക്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഭൂതലം എന്ന്, ഭൂതലത്തിലെങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത്, പരീക്ഷാകാലത്തിൽ നിന്നും എന്നാണ് അതിന്റെ ശരിയായ തർജ്ജമ. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് ഭൂതലത്തിൽ വസിക്കുന്നവരെന്ന്. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. ഒന്ന് വായിക്കാമോ? 6-ന്റെ 10. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഇവിടെ
അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ യാഗപീഠത്തിന്റെ കീഴെ കിടക്കുന്ന ആത്മാക്കൾ രക്തസാക്ഷികളായി മരിച്ചു മഹോദരകാലത്ത് സ്വർഗത്തിലേക്ക് വന്ന ആത്മാക്കൾ പറയുന്ന ഒരു ഭാഗമാണ് ഭൂതലത്തിൽ വസിക്കുന്നവരോട്, ഭൂതലത്തിൽ ഭൂമിയിൽ വസിക്കുന്നവർ എന്ന പദപ്രയോഗമാണ് കാണിക്കുന്നത്. ഭൂതലത്തിൽ വസിക്കുന്നവരോട് എത്രത്തോളം ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ പ്രതികാരം നടത്താതിരിക്കും. അപ്പോൾ ഉടനെ മറുപടി കൊടുത്തു. അവർക്ക് ഓരോ നിലങ്കി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള കുറെ പേരുടെ ഇവിടെ വന്നു ചേരാനുണ്ട്. മഹോദരകാലത്തിനും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് രക്തസാക്ഷികളായിട്ട് മരിക്കുന്ന അതേ മൃഗത്തിന്റെ അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കാത്തവരും പ്രതിമയെ നമസ്കരിക്കാത്തവരുമായ വലിയ ഒരു കൂട്ടമുണ്ട്. അത് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കുരുത്തോല പിടിച്ചൊരു മഹാപുരുഷാരം. അവര് സഭയല്ല. അതേ ഒരാൾ ചോദിക്കുന്നു, മൂപ്പന്മാർത്തും ചോദിക്കുന്നു, യജമാനെ ഇവരാരാണ്? അപ്പൊ കൊടുക്കുന്ന മറുപടി, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ആ മഹോദര കാലത്തിൽ അന്തിക്രിസ്തുവിന്റെ മിലിറ്ററി പ്രതിമയെ നമസ്കരിക്കാൻ തക്കൊണ്ട് നിർബന്ധിക്കുകയും അന്തിക്രിസ്തു ഇറക്കുന്ന 666 എന്നുള്ള മുദ്ര ഏൽക്കാതെ വരുന്ന സന്ദർഭത്തെങ്കിൽ അവരെ കൊന്നുകളയും. അങ്ങനെ ഒരു വലിയ കൂട്ടം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന വേറെയും വിശുദ്ധന്മാരുണ്ട്. അതൊക്കെ നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാം. ഇനി 8-ാം അധ്യായം 13-ാമത്തെ വാക്യം വെച്ച് 8:13. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്കും കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞും കൊണ്ട് ആകാശമധ്യ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഭൂവാസികൾക്ക് കഷ്ടം. അന്നേരം നമ്മളെവിടാ? സ്വർഗത്തിലാ, കർത്താവിനോട് കൂടിയാ. നമ്മൾ എന്ത് ചെയ്യാ? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും ഞങ്ങളെ പുരോഹിതന്മാരും ആക്കി വെച്ചെന്ന് അവർ ഉറക്കെ പാടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഭൂമിയിൽ വാഴും. വെളിപ്പാട് 4-ാം അധ്യായം 5-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ പ്രത്യാശയുടെ വാക്ക് പറയുന്നു, ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്ന് പറഞ്ഞാൽ 7 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന് ഒരു രാജാവ് നീതിയോടെ വാഴുമ്പോൾ, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തുമ്പോൾ, ഞങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ഈ ലോകത്തെ ഭരണം നടത്തുമെന്ന് ഭൂമിയെക്കുറിച്ച് ഞങ്ങൾ ഭൂമിയിൽ വാഴും. ഈ ഭൂമി ഞങ്ങളെ ദണ്ഡിപ്പിച്ച, ഞങ്ങളെ ഉപദ്രവിച്ച ഈ ഭൂമിയിൽ ഞങ്ങൾ വാഴും. 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ചാനന്ദിക്കുകയും അന്യോന്യ സമ്മാനം കൊടുക്കുകയും ചെയ്യും. മഹോദരകാലത്ത് വരാൻ പോകുന്ന 2 സാക്ഷികളാണ്, മോശയും ഏലിയാവും. അത് നമ്മൾ ആ സമയത്തൊക്കെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പഠിക്കാം. വിശാലമായ ഒരു പഠനമാണ്. അവര് ആദ്യത്തെ 3.5 വർഷക്കാലം രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും. എന്തോ രാജ്യത്തിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള ദൂത് 3.5 വർഷക്കാലം അവർ ഘോഷിക്കും. എന്നാൽ സാത്താൻ അന്തിക്രിസ്തു സൈന്യം അവരെ കൊന്ന് കളയുന്ന ഒരു ഭാഗമാണ്. അവിടെ വായിക്കുന്ന വാചകം, ഭൂതലത്തിൽ വസിക്കുന്നവരെ. ഒന്നുകൂടെ വായിച്ചാ 11-ാം അധ്യായം 10-ാം വാക്യം. ഒന്നുകൂടെ വായിച്ച മോളെ, 11:10. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട്, ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഇവർ ആ രാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അവർക്ക് വെള്ളത്തെ രക്തമാക്കാൻ തക്കുന്ന അധികാരമുണ്ട്. ഇച്ഛിക്കുമ്പോഴൊക്കെയും മഴ പെയ്ക്കാതിരിക്കാൻ തക്കുന്ന അധികാരമുണ്ട്. ഈ നിലയിൽ അവർ വളരെയധികം പീഡ അവരനുഭവിക്കും. കാരണം ഇവരെ മുഖാന്തരം ആകാശത്തെ അടച്ചു കളയാൻ തക്കുന്ന അധികാരമുണ്ട്. ആ നിലയിൽ ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചെന്ന്. അപ്പൊ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഭൂതലത്തിൽ വസിക്കുന്നവർ. 13-ാം അധ്യായം 8-ാം വാക്യം, 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടല്ലാത്ത ഭൂവാസികളൊക്കെയും അവൻ നമസ്കരിക്കും. നോക്കണമേ, പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ. അപ്പൊ അവിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പറയുന്ന വാക്കുകൾ കേട്ടോ. ഭൂതലത്തിൽ എങ്ങുണ്ടാകുന്ന പരീക്ഷാകാലം ഭൂവാസികൾ അത് കണ്ട് അതിശയിക്കും. ദൈവത്തിന് സ്തോത്രം. 14-ാമത്തെ വാക്യം എന്ന് വായിച്ച 14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ഭൂവാസികളെ തെറ്റിക്കുകയും അന്തിക്രിസ്തു ഭൂവാസികളെ തെറ്റിക്കുന്ന കാര്യം ഒരു വാക്യം കൊണ്ട് 17-ാം അധ്യായം 8-ാമത്തെ വാക്യം 17:8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന
ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ദൈവജനത്തെയും ഈ ഭൂമിയിൽ വസിക്കുന്ന അവിശ്വാസികളെയും വേർതിരിച്ച് പറയുന്ന ഒരു പദമാണ് ഭൂവാസികൾ. ആ സമയം സഭ സ്വർഗത്തിലാണ്. നമ്മൾ യെശയ്യാപ്രവചനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം, ക്രോധം കഴിഞ്ഞു പോകുവോളും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. വെളിപ്പാട് 6:17, ദൈവത്തിന്റെ മഹാകോപ ദിവസം വന്നുവല്ലോ. ദൈവത്തിന് സ്വാഗതം. അപ്പൊ ഭൂതലത്തിൽ എങ്ങും ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ തന്നെ കാക്കും. 4 വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത്. 1, ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 2, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. 3, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് എല്ലാവരും അറിയാൻ സംഗതി വരുത്തും. 4, ഭൂതലത്തിൽ ഉണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ആ വിഷയം അവിടെ അടുത്ത് നിൽക്കട്ടെ. അടുത്ത ഒരു പ്രബോധനമാണ്. 11-ാമത്തെ വാക്യം, 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ വേഗം വരുന്നു. 15 മിനിറ്റ് കൊണ്ട് ഈ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തക്കണമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വേഗം വരുന്നു കേട്ടോ. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. നിന്റെ കിരീടം നീ ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്കെല്ലാവർക്കും വെച്ചിരിക്കുന്ന പ്രതിഫലം അത് ആരും എടുക്കാതെ വണ്ണം അത് സൂക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നിന്റെ സ്ഥാനം മറ്റൊരുത്തിന് എടുക്കാൻ തക്കവണ്ണം ഇടവരരുത്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നിനക്കുള്ളത് നീ മുറുകെ പിടിക്കണം. അത് നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഒരു പ്രബോധനമാണ്. അടുത്തത് പ്രബോധിപ്പിക്കുകയാണ്. സാക്ഷ്യതയോടെ കർത്താവിന്റെ വചനം കാത്തു സൂക്ഷിക്കുകയും വരവിന് വേണ്ടി കാത്തിരുന്നവരോട് പറയുന്ന ഒരു വാചകമാണ്, നിന്റെ കിരീടം ആരും എടുക്കാൻ തക്കവണ്ണം നീ സമ്മതിക്കരുത് കേട്ടോ. ഒന്നാമത് പറഞ്ഞത് ഞാൻ വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയാണ് ഞാൻ വേഗം വരുന്നു. ഈ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ തന്നെ 22-ാം അധ്യായത്തിൽ 3 പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗം വരുന്നു. അതാണ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വാചകം. സഭയോട് പറയാ, ഫിലദൽഫിയ സഭയെ, ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു നോടി നേരത്തെ നടക്കും. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതേ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 15-ാം അധ്യായം 51 52 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം കൈവശമാക്കാൻ കഴിയുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിന് മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഒരുമിച്ച് ആകാശത്തിലേക്ക് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ഞാൻ വേഗം വരുന്നു എന്നുള്ള ദൂതൻ. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ 22-ാം അധ്യായം വായിച്ചു നോക്കണം. ഇതാ ഞാൻ വേഗം വരുന്നു. അതാണ് ഇവർക്ക് നൽകുന്ന അതേ പ്രബോധനം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം വെളിപ്പാട് പുസ്തകം ക്ലാസ്സും മറ്റുള്ള ദേവദാസന്മാരുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് നാഴികയ്ക്ക് വരുമെന്ന് അറിയാത്തതുകൊണ്ട് കർത്താവിന്റെ എന്തുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവ് നടക്കുമെന്ന് വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന് 4 സാക്ഷികളുണ്ട്. 1, പഴയ നിയമ പ്രവാചകന്മാർ അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നമ്മുടെ അതുപോലെ തന്നെ ഹാനോക്ക് പ്രവചിച്ചു, ഇതാ കർത്താവ്. യൂദായുടെ ലേഖനം 6-7 വാക്യങ്ങൾ, ഇതാ ആദാം മുതൽ 7ാമനായ ഹാനോക്കും, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു. മോശ അഹരോന്റെ മരണത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ വേഗം വരണമേ, വേഗം വരണമേ. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം പഴയ നിയമ മോശ ഒരു പ്രവാചകനായിരുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതവാനും ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരും എന്ന് പറഞ്ഞു ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, കർത്താവേ വേഗം വരണമേ എന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനത്തിൽ
കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശ ഉണ്ടായിരുന്നു. ഒന്ന് പ്രവാചകന്മാർ സാക്ഷിയാണ്. രണ്ടാമത് നമ്മുടെ കർത്താവ് തന്നെ സാക്ഷിയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. യോഹന്നാൻ 14:1-2. മൂന്നാമത് അപ്പോസ്തലന്മാർ സാക്ഷിയാണ്. എബ്രായർ 10:37. എന്താണെന്നറിയാമോ? ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അത് നാലാമത്തെ സാക്ഷി. മൂന്നാമത്തെ സാക്ഷി ദൂതന്മാർ സാക്ഷിയാണ്. ദൂതന്മാർ, നമ്മൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നു. യേശു ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗലീല പുരുഷന്മാർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിന്റെ പാദം ഒലിവുമലയിൽ നിന്ന് പറഞ്ഞു ഉയരത്തിലേക്ക് പോവുകയാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരുന്നു. പെട്ടെന്ന് 2 ദൂതന്മാർ ഇവർ ആകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെന്ന യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഒന്നാമത് പ്രവാചകന്മാർ സാക്ഷി. രണ്ടാമത് നമ്മുടെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വരും, മീകാലിനെ എനിക്ക് വരെ അയക്കുന്നല്ല, നിങ്ങളെ ചേർപ്പാൻ ഞാൻ തന്നെ വരും. മൂന്നാമത്തെ സാക്ഷി ദൂതന്മാർ സാക്ഷി, അവൻ പോയ പോലെ വീണ്ടും വരും, ദൂതന്മാർ പറഞ്ഞു. നാലാമത്തെ സാക്ഷി അപ്പോസ്തലന്മാർ തങ്ങളുടെ ലേഖനങ്ങളിലെല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതേ 1-ാം അധ്യായം തെസ്സലോനിക്കർ 4:16-17. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് പോകുന്ന വരവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു. എബ്രായരുടെ കർത്താവ് പറഞ്ഞു, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. വെളിപ്പാട് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാണ്. ഇത് സാക്ഷീകരിക്കുന്നുണ്ട്, അതേ ഞാൻ വേഗം വരുന്നു. അപ്പൊ നോക്കണമേ, 4 സാക്ഷികൾ. ഒന്ന് പ്രവാചകന്മാർ, 2 യേശു, 3 ഞാൻ ഓടിച്ച് പറയാണ്, 3 ദൂതന്മാർ, 4 അപ്പോസ്തലന്മാർ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും. പഴയ നിയമകാലത്ത് ഒരു കാര്യം ഉറപ്പാകണമെങ്കിൽ ഒന്നീ 2 സാക്ഷി അല്ലെങ്കിൽ 3 സാക്ഷി. ഇത് 4 സാക്ഷികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ കർത്താവിന്റെ വരവ് ഉറപ്പുള്ള കാര്യമാണ്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും. നമ്മുടെ കർത്താവ് വരും. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രബോധനമാണ്. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നോക്കുക. അതോടെ പറഞ്ഞ് 7 മിനിറ്റുണ്ട്. ഞാൻ എൻ്റെ ഇന്ത്യൻ ക്ലോക്ക് എൻ്റെ മുന്നിലായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ആരും ടൈമിന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ടൈമിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി അതുപോലെയാണ് കാത്തിരിക്കുന്നത്. അത് കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ കഷ്ടതയും ഈ മുട്ടിന്റെ വേദനയും ഇതെല്ലാം ഒന്ന് മാറുമെന്നൊക്കെ ചിന്തയില്ലേ? നമ്മൾ വെളിപ്പെടുവാനുള്ള ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് നീ അതേ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ കിരീടം ആരും എടുക്കരുത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിച്ചോളണം. നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിച്ചോളണം. കേട്ടോ, നമ്മൾ നിൽക്കുകയാണ്, പക്ഷെങ്കിൽ വീഴാതെ വണ്ണം സൂക്ഷിച്ചോളണം. പിടിച്ചുകൊള്ളുക. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം പിടിച്ചുകൊള്ളുക. എന്താണ് പിടിച്ചുകൊള്ളേണ്ടത്? ഞാൻ ചില വാക്യങ്ങൾ പറയാം, നിങ്ങൾ വേണേ എഴുതിയെടുത്തു. ഇയ്യോബിന്റെ പുസ്തകം 2:3. വെറുതെയാണോ അവൻ തന്റെ ഭക്തി പിടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മുടെ ഭക്തി നമ്മൾ മുറുകെ പിടിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 27:6. ഞാൻ വാക്യം പറഞ്ഞുകൂടെ. 1 ഇയ്യോബ് 2:3. നമ്മുടെ ഭക്തി നമ്മൾ മുറുകെ പിടിക്കണം. 2 ഇയ്യോബിന്റെ പുസ്തകം 27:6. നീതി നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് അപ്പോഴും നീതി എവിടെയാണ് നീതി, അത് അനുസരിച്ച് അത് നമ്മൾ മുറുകെ പിടിക്കണം. സദൃശവാക്യം 4:13. സദൃശവാക്യം 4:13. പ്രബോധനം മുറുകെ പിടിക്കണം. പ്രബോധനം പറഞ്ഞിട്ടില്ലേ? 1 തെസ്സലോനിക്കർ 5:21. 1 തെസ്സലോനിക്കർ 5:21. സകലവും ശോധന ചെയ്ത് നല്ലത് പിടിച്ചുകൊള്ളണം, നല്ലത് മുറുകെ പിടിക്കണം. ഇനി 5-ാമത് എബ്രായർ 3:6. എബ്രായർ 3:6. പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിക്കണം. പ്രത്യാശയുടെ സ്വീകാരം പിടിച്ചുകൊള്ളുക. പിന്നെ 6 എബ്രായർ 4:14. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചോളണം. കർത്താവിനെ അംഗീകരിച്ചത് അത് തെറ്റായി പോയെന്ന് പിന്നെ പറയരുത്, അത് മുറുകെ പിടിക്കണം. സ്വീകാരം മുറുകെ പിടിക്കുക. വെളിപ്പാട് 2:3 വായിക്കുമ്പോൾ
എന്റെ നാമം നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു. കർത്താവിന്റെ നാമം നമ്മൾ മുറുകെ പിടിക്കണം. എബ്രായർ 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. കർത്താവിന്റെ വരവ് വരെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. വാക്യം തെറ്റിപ്പോണെങ്കിൽ ഇയ്യോബ് 2:3 ഭക്തി മുറുകെ പിടിക്കുക. ഇയ്യോബ് 27:6 നീതി മുറുകെ പിടിക്കുക. സദൃശവാക്യം 4:13 പ്രബോധനം മുറുകെ പിടിക്കുക. 1 തെസ്സലോനിക്കർ 5:21 നല്ലത് മുറുകെ പിടിക്കുക. എബ്രായർ 3:6 പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കുക. എബ്രായർ 4:14 സ്വീകാരം മുറുകെ പിടിക്കുക. വെളിപ്പാട് 2:3 കർത്താവിന്റെ നാമം മുറുകെ പിടിക്കുക. എബ്രായർ 3:14 ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. ഇവിടെ വായിക്കുക, നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് നീ പിടിച്ചു കൊള്ളണം. തിമോഥെയോസ് നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമ്മൾ തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, മകനെ തിമോഥെയോസേ നീ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. പൗലോസ് പറഞ്ഞു, ഞാനത് പിടിക്കാമോ എന്ന് വെച്ച് ആശിച്ച് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ളത് നമ്മൾ പിടിച്ചുകൊള്ളണം. ഇയ്യോബ് പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പാരൻ ജീവിച്ചിരിക്കുന്നെന്നും അവനൊടുവിൽ പൊടിവേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അവൻ അവസാനം വരെ മുറുകെ പിടിച്ചു അവന്റെ ഭക്തി. ഇനി കിരീടം നമ്മൾ വായിച്ചല്ലോ, അതേ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ സ്ഥാനം വേറൊരാൾക്ക് പോരും. നമ്മുടെ കിരീടം നമുക്ക് വെച്ചിരിക്കുന്നത് കിരീടമില്ലേ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആ കിരീടം മാറിപ്പോകും. 3 പേരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയത് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ തക്കണം ആഗ്രഹിക്കുന്നു. 3 പേര് തങ്ങളുടെ ജീവിതം സൂക്ഷിക്കാതെ വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് വലിയ നഷ്ടമുണ്ടായി. 1 ഏശാവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി, അവൻ സൂക്ഷിച്ചില്ല. ഏശാവിന്റെ സ്ഥാനം നഷ്ടപ്പെട്ട് യാക്കോബിന് കൊടുത്തു. യാക്കോബാണ്, അവനാണ് ജ്യേഷ്ഠാവകാശം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച വ്യക്തി. ഗോത്ര പിതാക്കളുടെ പിതാവായിട്ട്, ഇസ്രായേലിന്റെ പിതാവായിട്ട് മാറി. ഇതെല്ലാം ഏശാവിന് മൂത്തവന് കിട്ടേണ്ട സ്ഥാനമായിരുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം പോകും. ഏശാവിന്റെ സ്ഥാനം യാക്കോബിന് വന്നു. വാക്യം എഴുതിയെടുത്തോ, 25 23 അതുപോലെ തന്നെ ഉൽപ്പത്തി 27 34 36 വാക്യങ്ങൾ, ഉൽപ്പത്തി 27 34 36 വാക്യങ്ങൾ. നിന്റെ കിരീടം ആരും എടുക്കാതെ നിന്റെ സ്ഥാനം പാകാതെ വണ്ണം നീ സൂക്ഷിച്ചോളണം. 3 പേരല്ല 4 പേരുടെ സ്ഥാനം പോയത് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത് രൂബേന്റെ സ്ഥാനം. ആ വാക്യങ്ങളൊക്കെ വായിപ്പിക്കണം ആഗ്രഹമുണ്ട്. രൂബേന്റെ സ്ഥാനം യഹൂദയ്ക്ക് ലഭിച്ചു. ഉൽപ്പത്തി 49 4-8. രൂബേനാണ് ജ്യേഷ്ഠൻ. പിതാവ് അനുകരിക്കാൻ പറയുന്നു, രൂബേനെ നീ എന്റെ ആദ്യജാതൻ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശുഭമാകുകയില്ല. അവന്റെ ഗോത്രത്തിൽ നിന്നാണ് മശിഹ വരേണ്ടത്. എന്നാൽ അത് യഹൂദയ്ക്ക് ലഭിച്ചു. ഉൽപ്പത്തി 49:8 യഹൂദയിൽ നിന്ന് യഹൂദ ഗോത്രനാണ് കർത്താവായ യേശുവിന് ജനിപ്പാന്റെ കൊടിയായത്. അവന്റെ ജ്യേഷ്ഠാവകാശം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വെള്ളം പോലെ തുളുമ്പുന്നവനെ. 3-ാമത്തെ സ്ഥാനം പോയത് ശൗലിന്റെ സ്ഥാനം ദാവീദിന് പോയി. ശൗലിനെയാണ് ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തത്. അവൻ അനുസരണക്കേട് കാണിച്ചതിനാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 1 ശമൂവേൽ 16-ാം അധ്യായം 13 14 അവന്റെ സ്ഥാനം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവന്റെ സ്ഥാനം പോയി. ഇശായിയുടെ മകൻ ദാവീദിന് ലഭിച്ചു. അതുപോലെ നിങ്ങൾ വായിച്ചു നോക്കണം, അപ്പോസ്തല പ്രവൃത്തി 1:24 യൂദായുടെ സ്ഥാനം പുള്ളി നഷ്ടപ്പെടുത്തി, പകരം മത്യാസിനെ ചീട്ടിട്ടെടുത്തു. ഞാനിതെല്ലാം വാണിംഗായിട്ട് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ചയോടെ ഈ ഒരു ക്ലാസ് 1 മണിക്കൂർ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, അഗാപ്പയിലെ സ്റ്റുഡൻസിനെ, വിശ്വാസികളെ, പാസ്റ്റർമാരെ ഞാൻ മാനിക്കുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് മുറുകെ പിടിച്ചോളുക. ഏശാവിന്റെ സ്ഥാനം പോയില്ലേ, യാക്കോബിന് കിട്ടിയില്ലേ? രൂബേന്റെ സ്ഥാനം പോയില്ലേ? നീ അപ്പന്റെ കിടക്ക് അശുദ്ധമാക്കി, അവന്റെ സ്ഥാനം പോയി. യഹൂദയ്ക്ക് കിട്ടിയില്ലേ? ശൗലിന്റെ സ്ഥാനം പോയില്ലേ? ദാവീദിന് കിട്ടിയില്ലേ? യൂദായുടെ സ്ഥാനം പോയില്ലേ?
മത്യാസന് കിട്ടിയില്ലേ? നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളുവീൻ. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചോളുക. അടുത്ത ആഴ്ച പ്രതിഫലത്തെക്കുറിച്ച്, അവസാനം കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതേ ഫിലദൽഫിയ സഭയുടെ ദൂത് അവസാനിക്കും. ലവോദിക്ക സഭയുടെ ക്ലാസ് ഒരു 3 ക്ലാസ് ഉണ്ട്. അത് കഴിയുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ ടേം തീരുന്നതിന് മുമ്പ് 4-5 അധ്യായങ്ങൾ ഞാൻ തീർക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും തങ്ങളുടെ നേരം സൂക്ഷിക്കുക, തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി ഇറങ്ങാം. പാസ്റ്റർ ലാലു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ വളരെ ശക്തമായ രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിക്കുന്നുവല്ലോ. ഈ പ്രായത്തിലും ഇത്ര ഉത്സാഹത്തോടെ തന്നെ ബലപ്പെടുത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് തനിക്ക് ദീർഘായുസ് കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. നമ്മളോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥതയ്ക്കും സ്വർഗത്തിലെ ദൈവം നീതിയോടെ എല്ലാം നന്നായി ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് ക്രിസ്റ്റോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് സഹായിച്ചാൽ ഞാനിപ്പോൾ ദുബൈക്ക് യാത്രയാകാൻ പോവുകയാണ്. ഒരു വീക്കെൻഡ് ട്രാവൽ. നിങ്ങൾ പ്രത്യേകം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ചില ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ദൈവം എല്ലാം നന്നായി ചെയ്യട്ടെ. ഇപ്പോൾ അവസാനമായി ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമാകുന്ന നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തന്റെ അഭിഷേകത്തിൽ കൂടി അതിശക്തമായി ആത്മാവിന്റെ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ കർത്താവെ വചനത്തിന്റെ മർമ്മങ്ങളെ വിവേചിച്ചു തരുവാൻ തന്റെ ഭക്തനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആയുസ്സോടും ആരോഗ്യത്തോടും വളരെ പ്രതീക്ഷയോടും കർത്താവെ ഈ പ്രായത്തിലും അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിലേക്ക് തരുന്നു. ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ എല്ലാം ദൈവകാര്യങ്ങളിലേക്ക് തരുന്നു. വചനം കർത്താവെ ഞങ്ങൾക്ക് അത് വിഭാഗിച്ചു തരുവാൻ തന്റെ ഭക്തനെ ബലപ്പെടുത്തിയല്ലോ. അത് ഞങ്ങൾ പ്രാപിച്ച് കർത്താവെ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ലാലു പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. കടന്നു പോകുന്നിടത്ത് ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവെ മറച്ചുകൊള്ളുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ കടന്നു ചെല്ലുന്നിടത്ത് ചെയ്യുവാൻ തക്കവണ്ണം അഭിഷേകത്തോടെ നിലനിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് കോളേജിലെ എല്ലാ സംഘാടകരെയും ദൈവകാര്യങ്ങളിലേക്ക് തരും. കർത്താവെ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മറ്റെല്ലാ കർത്താവെ ദൈവദാസന്മാരെ, ക്ലാസ്സിൽ ദൈവദാസന്മാരെയും ദൈവകാര്യങ്ങളിലേക്ക് തരുന്ന കർത്താവെ ഈ കർത്താവെ പഠനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, അനേകരെ തീർന്ന് വലിച്ചെടുക്കുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളുടെ മഹത്വമേറിയ വേലയിൽ ഉദ്ധരിപ്പാൻ തക്കോണം, ശക്തിപ്പെടുവാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനിയും കർത്താവെ സ്തോത്രം, അനേകരെ കർത്താവെ സ്തോത്രം ഈ അഗാപ്പ കോളേജിൽ പഠിക്കുവാനുള്ള അവസരത്തിന് വേണ്ടി കർത്താവെ അതിൽ അനേകരെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് മനസ്സിൽ തോന്നുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിലൊന്നും കൂടിയിരുന്നല്ലോ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇപ്പോൾ പിരിയാത്ത സ്ഥാനത്ത് ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെത്തുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ബാബുജി. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും 9 മണിക്ക് കാണാം. Thank you.